ഹലോ. മലയാളത്തിലെ എണ്ണപ്പെട്ട സംവിധായകരിൽ ഒരാളായ കെ.ജി. ജോർജ്. ഇത്ര വർഷങ്ങൾക്കിപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഇരകളായാലും യവനികയായാലും മറ്റൊരാളായാലും അദ്ദേഹത്തിൻ്റെ ഏത് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ആയാലും എല്ലാ സിനിമകളും ഇന്നും നമ്മൾ കാണുമ്പോൾ നമുക്ക് അല്പം പോലും ഒരു അതിഭാഗത്തോ അല്ലെങ്കിൽ ഒരു ക്രിഞ്ചോ ഒന്നുമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും സ്ത്രീകളുടെ പ്രശ്നങ്ങളായാലും വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന സിനിമകളാണ് അദ്ദേഹം. നമുക്ക് ഇന്നും അത് കാണുമ്പോഴും ഇന്നും ആ സിനിമകൾക്ക് പ്രസക്തിയുള്ളതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ആദാമിൻ്റെ ഭാര്യയിൽ ഞാൻ വീണ്ടും കണ്ടപ്പോൾ സമൂഹത്തിലെ വിവിധ തട്ടുകളിലുള്ള 3 സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് ആദാമിൻ്റെ ഭാര്യയിൽ നമ്മൾ ചർച്ച ചെയ്ത് കാണുന്നത്. ഉപരിവർഗത്തിൽപ്പെട്ട ആലീസ്, മധ്യവർഗത്തിൽപ്പെട്ട വാസന്തി, താഴേക്കിടയിലുള്ള അമ്മിണി, ഈ 3 സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അവരുടെ മാനസികാവസ്ഥകൾ വളരെ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് നമുക്ക് ആദാമിൻ്റെ ഭാര്യയിൽ കാണുന്നത്. ഇപ്പം ആലീസ്, ഉപരിവർഗത്തിൽപ്പെട്ട ആലീസിൻ്റെ പ്രശ്നങ്ങൾ, അത്രയും സമ്പത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴും ഒട്ടും മനസ്സിന് സന്തോഷമില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ആലീസിനെ കാണുന്നത്. അവളുടെ ഭർത്താവിൻ്റെ പിന്നെ ആണധികാരത്തിന് മുമ്പിലും അയാളുടെ കൊള്ളരുതായ്മകൾക്ക് മുമ്പിലുമൊക്കെ അവൾ നിസ്സഹായമായി പോകുന്നുണ്ടെങ്കിലും നമുക്ക് അയാൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ആലീസിനെ തന്നെയാണ് നമ്മൾ അവിടെ കാണുന്നത്. കാരണം വെച്ചാൽ അയാൾ വരുന്നതിന് മുമ്പ് ബെഡ്റൂമിൽ ഉറക്കഗുളിക കഴിച്ച് ഉറങ്ങുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെപ്പോഴും കാണുന്നത്. അതും അവളുടെ ഒരു പ്രതിഷേധം തന്നെയല്ലേ. അതുപോലെ അയാൾ മറ്റ് പരസ്ത്രീകളെ തേടി പോകുമ്പോൾ അതിനെതിരെ അവളും പരപുരുഷനെ തേടി പോകുന്നുണ്ട്. പക്ഷേ ആ പുരുഷനും ആലീസിനെ വഞ്ചിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഭർത്താവിനോടുള്ള ആ ദേഷ്യം മൂലം, ഭർത്താവിനോടുള്ള പക മൂലം സ്വന്തം കുട്ടികളുമായിട്ട് പോലും ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആലീസിന് കഴിയുന്നില്ല. അതാണ് എനിക്ക് ആലീസിൻ്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് തോന്നിയത്. പിന്നെ ആലീസ് ഭർത്താവായിട്ടുള്ള കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്ത് കടക്കാൻ ശ്രമിക്കുമ്പോഴും കുടുംബത്തിൻ്റെ അഭിമാനത്തിൻ്റെ പേരിലും സാമൂഹ്യമായ ചുറ്റുപാടുകളുടെ പേരിലും അവൾ വീണ്ടും അടിച്ചമർത്തപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആലീസ് ഭർത്താവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ മരണത്തിലൂടെയാണ്. ആലീസ് തൻ്റെ ഭർത്താവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവൾ അതിലൂടെയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും. തനിക്കിഷ്ടമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാനോ സ്വന്തം കാലിൽ ധൈര്യപൂർവ്വം നിൽക്കാനോ ആലീസിന് പറ്റുന്നില്ല. അത് തന്നെയാണ് ആലീസിൻ്റെ ഏറ്റവും വലിയ പരാജയം. വാസന്തിയിലേക്ക് വരുമ്പോൾ തികച്ചും നിസ്സഹായായ ഒരു സ്ത്രീയാണ് നമ്മൾ കാണുന്നത്. കാരണം അവൾക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായിട്ട് പോലും എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കുകയും എല്ലാം അനുഭവിച്ച് തീർക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമ്മൾ വാസന്തിനെ കാണുന്നത്. അവൾക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട്, പക്ഷേ എന്നിട്ട് പോലും അവൾക്ക് ഒന്നും എതിർക്കാൻ പറ്റാത്തൊരവസ്ഥയും ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അവൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് അവൾ ശ്രമിക്കുന്ന പോലുമില്ല. സത്യം പറഞ്ഞാൽ വാസന്തി അച്ഛനുണ്ടായിരുന്നപ്പോൾ ഭർത്താവ് മര്യാദക്കാരനായിരുന്നു. ഇപ്പോൾ അയാൾ മുഴുക്കുടിയനാണ്. പക്ഷേ അപ്പോഴും അച്ഛനിലും അഭയം പ്രാപിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമ്മൾ വാസന്തിനെയും കാണുന്നത്. മാനസികമായിട്ട് ആ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതിനെല്ലാം മാറ്റം വന്നേനെ. അങ്ങനെ വിചാരിച്ച് ഒരു മാനസിക രോഗത്തിലേക്ക് നീങ്ങുന്ന ഒരു ആളായിട്ടാണ് നമ്മൾ വാസന്തിനെ കാണുന്നത്. ഒരിക്കൽ പോലും അവൾ അതിൽ നിന്ന് സ്വന്തം ധൈര്യം ആർജിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാനോ അല്ലെങ്കിൽ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനോ, സ്നേഹമായ ഒരു അമ്മ കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനോ ഒന്നിനും കഴിയാത്ത ഒരു നിസ്സഹായ ഒരു സ്ത്രീയായിട്ടാണ് വാസന്തിനെയും കാണുന്നത്. വാസന്തി എന്നിട്ട് അഭയം പ്രാപിക്കുന്നത് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് വാസന്തി അഭയം പ്രാപിക്കുന്നത്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഒരുപാട് പുരോഗമിച്ച അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെയുള്ള സ്ത്രീകളും ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം പറഞ്ഞ വാസ്തവം. അതുതന്നെയാണ് ഈ സിനിമയ്ക്ക് ഇപ്പോഴുള്ള പ്രസക്തി. ഇവിടെ അല്പമെങ്കിലും ഒരു ധൈര്യം കാണിക്കുന്നത് അമ്മിണിയാണ്. കാരണം അവൾക്ക് ഇഷ്ടമില്ലാത്ത മാതൃത്വം വലിച്ചെറിയാൻ അവൾ ധൈര്യം കാണിക്കുന്നുണ്ട്. അവളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട മാതൃത്വം വലിച്ചെറിയാനും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാനും അവൾ തയ്യാറാവുന്നുണ്ട്. അതിലെ ശരിയോ തെറ്റോ എന്തെന്നുള്ളതല്ല, അവൾ അതിനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്ക്യൂ ഹോമിലെ സ്ത്രീകളെ എല്ലാം കൂട്ടി അവൾ ലോകത്തിന് മുന്നിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങാനും എല്ലാത്തിനും ഭേദിച്ചെറിയാൻ ധൈര്യം കാണിക്കുന്നത് ഇവിടെ അമ്മിണി തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ അമ്മിണിയുടെ പ്രസക്തി. നമുക്ക് വേണ്ടാത്തത് നിഷേധിക്കാനും നമ്മളുടെ ജീവിതം ധൈര്യപൂർവ്വം നേരിടാനും ഇവിടെ ശ്രമിക്കുന്നത് അമ്മിണിയാണ്. 40 വർഷങ്ങൾക്കിപ്പുറവും മികച്ച ഒരു കാഴ്ചാനുഭവമായി ഈ സിനിമ ഇന്നും നിലനിൽക്കുന്നു. അതുതന്നെയാണ് കെ.ജി. ജോർജ് എന്ന സംവിധായകൻ്റെ മികവ്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.